പക്ക ഫ്രോഡല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 ലക്ഷം രൂപ ഇവൻ വാങ്ങി നക്കിയിട്ട് ഇവൻ 2015 സബ്മിറ്റ് ചെയ്യേണ്ട തീസിസിൽ വീണ്ടും 2017 വരെ നീട്ടി. 2017 കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചാൽ ഇവന്റെ ഡോക്ടറേറ്റ് ഉണ്ടോ? ഇവൻ 2026 കിടക്കുന്നു. നമ്മൾ ഇവൻ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ഡിസീസ് സബ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇവൻ ഡോക്ടറേറ്റ് നേടുമായിരുന്നില്ല. ഇവൻ ഡോക്ടറേറ്റ് ഉണ്ടോ എ റഹീമിനെ? ഇവൻ പക്ക ഫ്രോഡല്ലേ? ഈ പക്ക ഫ്രോഡാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നത് എനിക്ക് ഭാഷയുടെ പരിമിതിയുണ്ട് എന്ന്. ഞാൻ പറയുന്നു, ഇവൻ ഭാഷയുടെ പരിമിതി ഉള്ളവരല്ല. ഇവന്റെ ഇപ്പൊ പറയുന്ന LLB-യും ഇവന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫ്രോഡാണ്. അത് പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം SFI നേതാവ്, ഗുണ്ടാ നേതാവ്, ക്രിമിനൽ ആർഷോ എക്സാം എഴുതാതെ ഫുൾ മാർക്ക് വാങ്ങുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ് അല്ലെ? എക്സാം എഴുതാതെ ഫുൾ മാർക്ക് വാങ്ങുന്ന ആർഷോയെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പ്യുവർ SFI പക്ക ഫ്രോഡ് പ്രൊഡക്റ്റ് ആണ് എ റഹീം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് 2010 ഈ പറയുന്ന തിസീസ് തുടങ്ങുന്നു. 2015 ഇവൻ ഇത് സബ്മിറ്റ് ചെയ്യണം. 2010 മുതൽ 2013 വരെയുള്ള 3.5 വർഷക്കാലത്തിന് 4 ലക്ഷം രൂപ ഫെലോഷിപ്പ് വാങ്ങുന്നു. എന്നിട്ട് 2015 തിസീസ് സബ്മിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് വീണ്ടും 2017 വരെ വീണ്ടും നീട്ടുന്നു ഈ സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസം ടൈം അങ്ങനെ നീട്ടി കൊടുക്കുന്നു, പീരീഡ് നീട്ടി കൊടുക്കുന്നു. 2017 ഇവൻ സബ്മിറ്റ് ചെയ്തോ? 2017 ഇവൻ സബ്മിറ്റ് ചെയ്തായി. ഇവനിക്കെങ്ങാനും ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ ടൈം സ്ക്വയറിൽ ന്യൂയോർക്കില് അവിടെ നമ്മുടെ LED വാളില് എനിക്ക് ഈ പറയുന്ന ഡോക്ടറേറ്റ് കിട്ടിയെന്നുള്ള ഫോട്ടോയും ആ ഇത് പിടിച്ചു നിൽക്കുന്ന ഇതൊക്കെ ഇവൻ പ്രദർശിപ്പിക്കൂലേ? ഇവരെങ്ങാനും ഡോക്ടർ എ റഹീം എന്ന് പറഞ്ഞ് നടക്കാണ്ടിരിക്കുക. ഇവൻ തിസീസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, 4 ലക്ഷം നക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉളുപ്പില്ലാതെ പോൽ എന്ന് പറയുന്നത് ആ സാധാരണക്കാരിയായ സ്ത്രീ പറഞ്ഞു കൊടുക്കുമ്പോ അതെന്താ പറഞ്ഞത് മനസ്സിലാക്കാനില്ല, കേൾപ്പും നാണവും മാനവും ഇല്ലാതെ പ്യൂർ എന്ന് പറഞ്ഞിട്ട് ഇവൻ പക്ക ഫ്രോഡാണ്. 4 ലക്ഷം രൂപ പണം വാങ്ങി ഫെലോഷിപ്പ് വാങ്ങിയിട്ട് തിസീസ് സബ്മിറ്റ് ചെയ്യാതെ നക്കി തീർത്ത പക്ക ഫ്രോഡ്, ഒന്നാം തരം SFI പ്രൊഡക്റ്റ്. അതാണ് എ റഹീം എന്ന് പറയുന്നത്.